നമസ്കാരം. ബുള്ളറ്റ് ട്രെയിനുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ സിനിമകളിലും വീഡിയോകളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും നേരിട്ട് പോലും കാണാൻ സാധിക്കാത്തവരായിരിക്കും നമ്മളിൽ കൂടുതൽ പേരും, ശരിയല്ലേ? പക്ഷേ ഇനി മുതൽ നമുക്ക് ബുള്ളറ്റ് ട്രെയിനുകൾ കാണാൻ മാത്രമല്ല യാത്ര ചെയ്യാനും സാധിക്കും. അതെ, NHSRCL അതായത് നാഷണൽ ഹൈസ്പീഡ് റെയിൽവേ കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് ബുള്ളറ്റ് ട്രെയിനുകൾ ഇന്ത്യയിൽ യാഥാർത്ഥ്യമാവുന്നത്. MAHSR അതായത് മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ എന്നാണ് ഇതിനെ പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനിന്റെ സ്റ്റേഷൻ തുടങ്ങുന്നത് മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിൽ നിന്നാണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ദാദ്ര ആൻഡ് നാഗർ ഹവേലി എന്നീ 3 പ്രദേശത്തു കൂടിയാണ് ഈ ബുള്ളറ്റ് ട്രെയിനുകൾ സഞ്ചരിക്കുന്നത്. മുംബൈ മുതൽ അഹമ്മദാബാദ് വരെ മൊത്തത്തിൽ 12 സ്റ്റേഷനുകളാണുള്ളത്. അഹമ്മദാബാദിലെ സബർമതി സ്റ്റേഷൻ വരെയാണ് ഇത് പോകുന്നത്. ഈ സബർമതി സ്റ്റേഷൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ റെയിൽവേസിന്റെ ഒരു ജംഗ്ഷൻ ആണ് കേട്ടോ. അഹമ്മദാബാദിൽ നിന്നും സബർമതിയിലേക്ക് വെറും 6 കിലോമീറ്റർ മാത്രമാണുള്ളത്. നമ്മൾ ഈ പറഞ്ഞ 12 സ്റ്റേഷനുകളിൽ 4 സ്റ്റേഷനുകൾ മുംബൈ, താനെ, വീറാർ, ബോയ്സാർ എന്നീ സ്റ്റേഷനുകൾ മഹാരാഷ്ട്രയിലും ബാക്കിയുള്ള 8 സ്റ്റേഷനുകൾ അതായത് വാപ്പി, ബിലിമോറ, സൂറത്ത്, ബാറുച്ച്, വഡോദര, ആനന്ദ്, അഹമ്മദാബാദ്, സബർമതി ഇതെല്ലാം ഗുജറാത്തിലും ദാദ്ര ആൻഡ് നാഗർ ഹവേലിയിലുമാണ്. മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിൽ നിന്നും അഹമ്മദാബാദിലെ സബർമതി സ്റ്റേഷൻ വരെയുള്ള ദൂരം 508 കിലോമീറ്റർ ആണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 508.17 കിലോമീറ്റർ. ഈ ഒരു ബുള്ളറ്റ് ട്രെയിനിന്റെ മാക്സിമം സ്പീഡ് 320 km/h ആണ്. 2 തരം സർവീസുകളാണ് NHSRCL നടത്തുന്നത്. റാപ്പിഡ് ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസും അതുപോലെ തന്നെ ഓൾ സ്റ്റോപ്പ് സർവീസും. സൂറത്ത്, വഡോദര, അഹമ്മദാബാദ് എന്നീ 3 സ്റ്റോപ്പുകൾ മാത്രമാണ് റാപ്പിഡ് ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസിൽ ഉണ്ടാവുക. മുംബൈ മുതൽ അഹമ്മദാബാദ് വരെ ഈ സർവീസ് വഴി യാത്ര ചെയ്യാൻ 2 മണിക്കൂർ 7 മിനിറ്റാണ് വേണ്ടത്. അതേപോലെ എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തുന്ന ഓൾ സ്റ്റോപ്പ് സർവീസ് വഴി മുംബൈ മുതൽ അഹമ്മദാബാദ് വരെ യാത്ര ചെയ്യാൻ 2 മണിക്കൂർ 58 മിനിറ്റാണ് വേണ്ടത്. അതായത് ഏകദേശം 3 മണിക്കൂർ തന്നെ. ഈ ഒരു ട്രെയിനിന്റെ സമയത്തിന്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മറ്റു ട്രെയിനുകളുടെ സമയവുമായിട്ട് താരതമ്യപ്പെടുത്തണം. നിലവിൽ മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയുള്ള ഏറ്റവും വേഗത കൂടിയ ട്രെയിൻ വന്ദേ ഭാരത് ആണ്. ഏകദേശം 5.5 മണിക്കൂറാണ് വേണ്ടത്. പിന്നീട് അങ്ങോട്ട് പല ട്രെയിനുകളും 6 മുതൽ 9 മണിക്കൂർ വരെ എടുക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അതിൽ കൂടുതൽ സമയം എടുക്കാറുണ്ട്. അതേ സമയത്താണ് നമുക്ക് ഈ പ്രൊജക്ട് യാഥാർത്ഥ്യമാവുമ്പോൾ വെറും 2 മണിക്കൂർ 7 മിനിറ്റ് കൊണ്ട് എത്താൻ സാധിക്കുന്നത്. ഇത്രയും ദൂരത്തിനിടയ്ക്ക് പുഴയ്ക്ക് മുകളിലൂടെയുള്ള 24 പാലങ്ങളും ഹൈവേക്ക് മുകളിലൂടെയുള്ള 28 സ്റ്റീൽ പാലങ്ങളും അതേപോലെ മലകൾക്കുള്ളിലൂടെയുള്ള 8 ടണലുകളും ഭൂമിക്ക് അടിയിലൂടെയുള്ള 21 ടണലുകളുമുണ്ട്. ഈ ഭൂമിക്ക് അടിയിലൂടെയുള്ള 21 ടണലുകളിൽ 7 കിലോമീറ്റർ ദൂരമുള്ള ഒരു ടണൽ നിർമ്മിച്ചിരിക്കുന്നത് കടലിന് അടിയിലൂടെയാണ്. എന്താലേ? 2021 തുടങ്ങിയിരിക്കുന്ന ഈ പ്രൊജക്ട് 2029-2030 അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വലിയ പ്രൊജക്ടിന്റെ മൊത്തം ചിലവ് കണക്കാക്കിയിരിക്കുന്നത് ഏകദേശം 1,10,000 കോടി രൂപയാണ്. ഇത്രയും തുകയുടെ 81% ഫണ്ടിങ് അതായത് ലോണ് നൽകിയിരിക്കുന്നത് JICA ആണ്, അതായത് ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി. 0.1% എന്ന ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റിൽ 50 വർഷം കാലാവധി നൽകിയാണ് JICA ഇത്രയും വലിയൊരു തുക ലോൺ നൽകിയിരിക്കുന്നത്. ബാക്കി വരുന്ന 19% ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റും മഹാരാഷ്ട്രയുടെയും ഗുജറാത്തിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റും ഭാഗിച്ചാണ് ഫൈനാൻസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പ്രൊജക്ടിന്റെ ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ജപ്പാന്റെ അഡ്വാൻസ്ഡ് ടെക്നോളജിയായ ഷിൻകാൻസെൻ ബുള്ളറ്റ് ട്രെയിൻ ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ടെക്നോളജിയിൽ ബുള്ളറ്റ് ട്രെയിനുകൾക്ക് വേണ്ടി മാത്രമുള്ള ഡെഡിക്കേറ്റഡ് റെയിൽവേ ട്രാക്കുകളായിരിക്കും. ഒരു രീതിയിലുള്ള ലെവൽ ക്രോസിംഗും ഇല്ലാത്ത വളരെ ഫ്രീ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്രാക്കുകളായിരിക്കും. ഇനിയിപ്പോൾ വളവുകൾ ഉണ്ടെങ്കിൽ തന്നെ അതൊരിക്കലും ട്രെയിനിന്റെ സ്പീഡിനെ ബാധിക്കാത്ത രീതിയിലുള്ള വളവുകളായിരിക്കും. 100% ക്രാഷസ് ഒഴിവാക്കാൻ ഓട്ടോമാറ്റിക് ട്രെയിൻ കൺട്രോൾ സിസ്റ്റവും ഉണ്ട്. ശബ്ദവും വൈബ്രേഷനും കുറയ്ക്കുവാനും ടണലിന്റെ ഉള്ളിലൂടെ വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന സമയത്ത് പ്രഷർ വേവ്സ് കുറയ്ക്കുവാനും ഈ ട്രെയിനിന് എയറോഡൈനാമിക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ ട്രെയിനിന്റെ മുൻവശം കൂർത്തിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ അഡ്വാൻസ്ഡ് ബ്രേക്കിംഗ് സിസ്റ്റവും ഭൂമി കുലുക്കം നിയന്ത്രിക്കാനുള്ള സിസ്റ്റവും എല്ലാം ഈ ടെക്നോളജിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഈ പ്രൊജക്ടിന് ആവശ്യമായ സ്ഥലങ്ങളെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 2025 പകുതി ആകുമ്പോഴേക്കും 78,839 കോടി രൂപ ചിലവായിട്ടുണ്ട്. 300 കിലോമീറ്ററോളം പണി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2029 അവസാനം അല്ലെങ്കിൽ 2030 ആകുമ്പോഴേക്കും മുഴുവൻ പണിയും അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പ് ആദ്യം പണി കഴിഞ്ഞ സ്ഥലങ്ങളിൽ 2027 അവസാനമാകുമ്പോഴേക്കും ബുള്ളറ്റ് ട്രെയിനുകൾ ഓടി തുടങ്ങുമെന്നും പറയുന്നുണ്ട്. അത് ഗുജറാത്തിലെ വാപ്പി മുതൽ സബർമതി വരെയായിരിക്കും.
മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ടിന് ശേഷം വരാനിരിക്കുന്ന പ്രൊജക്ടുകളെ കുറിച്ചുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെ 886 കിലോമീറ്റർ. ഇതിൽ 15 സ്റ്റേഷൻസ് ഉൾപ്പെടും കേട്ടോ. അതിനുശേഷം മുംബൈ നാഗ്പൂർ, ഡൽഹി വാരണാസി, ഡൽഹി അമൃത്സർ, ചെന്നൈ മൈസൂരു, വാരണാസി ഹൗറ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലും ബുള്ളറ്റ് ട്രെയിനുകൾ യാഥാർത്ഥ്യമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിന് അതിൻ്റെതായ സമയമെടുക്കുമെന്ന് മാത്രം. എന്തായാലും ജപ്പാനിൽ ഇപ്പോൾ മുംബൈ അഹമ്മദാബാദിൽ ഓടാനുള്ള ബുള്ളറ്റ് ട്രെയിനുകളുടെ പരീക്ഷണ ഓട്ടം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ എത്ര ട്രെയിനുകൾ അനുവദിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ ബുള്ളറ്റ് ട്രെയിൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഈ ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമാവുകയാണെങ്കിൽ 2030 ഒരു യാത്ര ചെയ്യണം.